മാതയാനകൾ മ്ലാവ് കരിമ്പുലി കരിവാഴണ കാനനമോ കരിന്തേളുകൾ വള്ളി കരാളികൾ കരിമു. എവിടെടി നീ? നിന്നെ ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. എനിക്കൊന്നും അറിയണ്ട, ഞാൻ അരമണിക്കൂർ കൂടി ഇവിടെ വെയിറ്റ് ചെയ്യും. അതിനുള്ളിൽ നീ വന്നില്ലെങ്കിൽ ഇതെല്ലാം നിന്റെ അച്ഛൻ്റെ അടുത്തെത്തും. ഞാൻ തന്നാ മതിയോ ക്യാഷ്? ആരടാ അത്? ആരിത്? ഇന്ദ്രേ, നീ എന്താടാ നാട്ടുകാരെ പഠിപ്പിക്കാൻ നിർത്തിയപ്പോ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി? നിന്റെ വാക്ക് കേട്ട് അവന്മാര് പേടിച്ചിരിക്കുന്ന മാതിരി ഞാൻ നിൽക്കൂല. മോന്റെ പാട്ടിൽ നോക്കി പോയിക്ക്, ഇതെന്റെ കാര്യം. ആര് പറഞ്ഞു എനിക്ക് സ്ഥാനമില്ല? ചതിക്ക് ഈ ഇന്ദ്രന്റെ മുമ്പിൽ ശിക്ഷ അല്ല, ഈ കാളിയുടെ മുമ്പിൽ ശിക്ഷ. അത് മരണമാണ്. എന്തായി മിത്രമേ ഞാൻ നിന്നിൽ ഏൽപ്പിച്ച കർത്തവ്യം? അത് പിന്നെ പ്രഭു. എന്താണ് വാസുകി ഒരു തപ്പിത്തടസ്സം? അത് പ്രഭു, അങ്ങ് പറഞ്ഞ ലക്ഷണങ്ങളുള്ള ഒരു മനുഷ്യരെയും നമുക്ക് കണ്ടെത്താനായില്ല. എന്താണ് വാസുകി, എത്ര നാളായി നാം ആ പണി നിന്നെ ഏൽപ്പിച്ചിട്ട്? കേവലം ഒരു മനുഷ്യനെ കണ്ടെത്താനായില്ല എന്ന് വെച്ചാ? അടുത്ത മാസമാണ് മഹാപഞ്ചമി നാളെന്ന് നിനക്കറിയാലോ. അന്ന് നടക്കുന്ന മഹോത്സവത്തിന് മുമ്പ് അവനെ എനിക്ക് കണ്ടെത്തിയേ തീരൂ. എന്റെ പ്രതികാരം എനിക്ക് തീർത്തേ തീരൂ. എങ്കിൽ മാത്രമേ ഇനി എനിക്ക് നാഗലോകത്തേക്ക് കയറാൻ സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ ഇനിയും അവസരത്തിനായി നാം കാത്തിരിക്കേണ്ടി വരും. കേവലം ഒരു ചതിയന്റെ ഓർമ്മയിൽ ഇനിയും ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്കാവില്ല. പ്രഭു, അങ്ങ് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. ഉത്സവത്തിനു മുമ്പായി ആ ദ്രോഹിയെ ഞാൻ അങ്ങേക്ക് മുമ്പിൽ എത്തിക്കും. അല്ല പ്രിയേ, ഇതൊക്കെ ആ പിള്ളേർക്ക് പറ്റുമോ? അവര് പുറത്ത് ജീവിച്ചതല്ലേ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഏട്ടത്തി. അവരുടെ അച്ഛനും അമ്മയൊക്കെ മലയാളികളെ തന്നെയാണ്. അവിടെ ജനിച്ചു എന്നേ ഉള്ളൂ, എങ്കിലും നമ്മളെ മാരിയൊക്കെ തന്നെയാണ് അവരും. ഇന്നലെ ആ കൊച്ചുങ്ങളെ പരിചയപ്പെടാൻ പോലും പറ്റിയില്ല. രാത്രി വന്നത്. നീ ഇത് വിസിലടിച്ചൊന്ന് വാങ്ങി വെക്കണേ, ഞാൻ അമ്മയ്ക്കുള്ള മരുന്ന് കൊടുത്തെടുത്തിട്ട് വരാം. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. നീ ഇങ്ങനെ ചിരിക്കൊന്നും വേണ്ട. നീ നോക്കിക്കോ, അവനെ ഞാൻ തന്നെ വളയ്ക്കും. ഇന്നു മുതൽ അതിനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. Check it out, yo. Wah, wah. I break it down. Yeah, yeah. Check it out, yo. Wah, wah. I'll do the beat back. Come on. Just come and dance with me. Wah, wah. Check it out, yeah. ഇവനാര് കൊരങ്ങനുണ്ടായതോ? ആഹാ, എന്നാ നോക്കിക്കോ. എനിക്ക് മേലാകെ വേദനിക്കുന്നേ. നല്ല കാര്യമുണ്ടേതോ ജിമ്മിൽ പോയി പടിയെടുക്കാൻ. കഴിയുന്ന പടിക്ക് പോയാ പോരെ? ഒന്ന് പോടാ. ജിം എനിക്ക് നടക്കത്തില്ല, പക്ഷെ ഞാൻ തളരത്തില്ല.
നീയൊക്കെ അവനെ കണ്ട് പഠിക്ക്. എന്ന് നല്ല കൊച്ചാനറിയവൻ. ഇവനതിനെ തിന്നാനേ വെച്ചുള്ളൂ. കണ്ടില്ലേ ആ കൊച്ച് എവിടുന്ന് വന്നതാ? എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും എത്തില്ലേ? ഇവരിതെങ്ങോട്ട് ഓടുന്നേ? ആ റെയിലേട്ടത്തി ഏതായാലും ഒന്ന് പോയേക്കാം. ഇവിടെ എന്നത് ഇങ്ങനെ പോക? അയ്യോ എന്റെ അടുക്കള. Ali Musa, I'm gonna get you, watch out. You think that you will get away? Well, think again, my little friend. ഹലോ മിസ്റ്റർ ഇന്ദ്ര, ഈ പെണ്ണും കാണാൻ വേണ്ടി ഞാൻ വിളിക്കല്ലേ? ആ പിന്നെ ഇപ്പൊ പാടത്ത് കൊണ്ടുവച്ച പക്ഷികളെ വരത്തില്ല. നാരായണേട്ടോ, ഇതിനൊക്കെ വളമിടാനാണ് കേട്ടോ. ആ കുഞ്ഞെ ഇന്ദ്ര, എന്റെ വല്ല സഹായം വേണോ? ആ കാണുന്ന ചാക്കത്തെ വളം നിങ്ങൾക്ക് ഇങ്ങോട്ട് എടുത്തുണ്ട്. കുടവാളും വടിവാളും പൊളിയമ്പും വെറുതെ പുലി പോലും എലിയാവും കലികാലം ദൂരെ ചക്കിന് വെച്ചത് കുക്കിന് കൊള്ളന എപ്പടി ഇടിമഴ കൂട്ടിന് മുറുകൈ മണ്ടന് മറുപടി കണ്ടന് തടിവിൽ പലവിധ പരിതാപം ഇതിനിത് പരിഹാരം. എന്തെന്തിനാ എന്താ കിട്ടുന്നേ? എന്താ നിന്റെ പ്രശ്നം? കുറെ നാളായി നീ തുടങ്ങിയിട്ട്. അത് പിന്നെ ഇന്ദ്ര, എനിക്ക് തന്നെ അത് നടക്കത്തില്ല ഇന്ദ്ര. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേ. ഓഹോ, then prove your love. അത് പിന്നെ പറ്റത്തില്ലല്ലേ? ഇത്രേ ഉള്ളൂ. ഒക്കെ നിന്റെ സൗന്ദര്യത്തിൽ വീഴുന്ന കുറെ അമ്മമാരെ നീ കണ്ടിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ ഈ ഇന്ദ്രനെ നീ പെടുത്താൻ നിൽക്കണ്ട. ഇനി മേല ഇക്കാര്യം പറഞ്ഞ എന്റെ മുമ്പ് വന്നേക്കരുത്. എന്താടാ പ്രശ്നം? നീ എന്തിനെ ഇഷ്ടത്തിരുന്ന് കരയുന്നേ? ഇന്ദ്ര, അവനെ റിജക്റ്റ് ചെയ്തു. എനിക്കറിയില്ല എനിക്കെന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷെ അവരൊരിക്കലും കുട്ടിക്കളിയല്ല എനിക്ക് തോന്നുന്നു. ഇപ്പോഴേക്കും മനസ്സിലായി. കുറെ പേര് ഞാൻ പിന്നാലെ നടന്ന് പെറ്റു പൊളിച്ചപ്പോ അവർക്കുണ്ടാകുന്ന സങ്കടം എത്രത്തോളാണെന്ന്. ഡു യു ലവ് ഹിം? ഐ ഡോണ്ട് നോ, ബട്ട് എന്റെ നെഞ്ചിലെന്തോ ഒരു കല്ല് കയറ്റിച്ച മാതിരി എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ വാണ്ട് ഹിം. നിന്നെ വേണ്ടാത്തവർക്ക് നിനക്കും വേണ്ട. നീ ഇവിടെ വന്നത് എന്തിനാന്ന് എനിക്കറിയാലോ. അത് ഫുള്ളാക്കാൻ നോക്ക്. പിന്നെ ജെസ്സി വിളിച്ചായിരുന്നു, നീ ഫയലാളൊന്നും ചെക്ക് ചെയ്ത് അയക്കുന്നില്ല എന്ന്. അത്യാവശ്യമായ ഫയലുകളൊക്കെ ഉണ്ട് അവിടെ. വർക്കിൽ ഫോക്കസ് ചെയ്യും, അപ്പൊ തന്നെ എല്ലാം ഒന്ന് മറന്നോളൂ. ഞാനതൊക്കെ നോക്കിക്കൊണ്ട് ഇപ്പൊ എനിക്കൊന്ന് വെറുതെ ഇരിക്കണം. ഈ മുറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നീ പഴയ പോലെയാണ്. എല്ലാം വിടണം.